വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജി സ്പോർട്സ് ഒഫീഷ്യൽ. യഥാർത്ഥത്തിൽ പുറത്താക്കേണ്ടത് പരിശീലകനെയാണോ അതോ മാനേജ്മെൻറ്റിനെയാണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാനേജ്മെൻറ്റ് തന്നെയാണ് യഥാർത്ഥ പ്രശ്നം. കോച്ച് മിക്കായിൽ സാർ രണ്ട് മത്സരത്തിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കോച്ച് മിക്കായിൽ സാർക്ക് അവസരം കൊടുത്തിരിക്കുന്നത്. ഈ രണ്ട് മത്സരത്തിൽ വളരെ മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിച്ചില്ല എങ്കിൽ മിക്കായിൽ സാറെ പുറത്താക്കുമെന്നാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് അറിയിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു പരിശീലകനായാലും മിക്കായിൽ സാർ ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇതിൻ്റെ മുന്നത്തെ പരിശീലകനായ ഇവാൻ മൊക്കോമനോവിച്ച് ആയിക്കോട്ടെ, ഏത് പരിശീലകനായാലും തൻ്റെ ഗെയിം സ്റ്റൈലിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ടീമിലുണ്ടെങ്കിൽ മാത്രമേ ആ കോച്ചിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന് ഏത് കോച്ചായാലും അങ്ങനെ തന്നെയാണ്. ഇവാൻ്റെ കാര്യമായാലും സ്റ്റാറയുടെ കാര്യമായാലും തൻ്റെ പ്ലേയിങ് സ്റ്റൈലിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈ കേസിലേക്ക് ഇവിടേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ മിക്കായിൽ സാറയുടെ പ്ലേയിങ് സ്റ്റൈലിനനുസരിച്ചുള്ള പ്ലേയേഴ്സ് ഒന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ മിക്കായിൽ സ്റ്റാറിന്റെ ഗെയിം സ്റ്റൈലിനനുസരിച്ചുള്ള പ്ലേയേഴ്സിന് എത്തിച്ചു കൊടുക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആണ്. അവരതൊന്നും കേട്ട പാതി കേൾക്കാതെ പാതി തങ്ങൾ വെച്ച് തരുന്ന പ്ലേയേഴ്സിനെ തങ്ങൾ കണ്ടുപിടിച്ച് തരുന്ന പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ട് കളിപ്പിച്ചാൽ മതി എന്നൊരു മട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനുള്ളത്. അതുപോലെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ മികച്ച പ്ലേയേഴ്സിനെ എത്തിക്കുമെന്നൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓണർ നിഖിൽ ഭരത് പറഞ്ഞത്. പ്ലേയേഴ്സിനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ പ്ലേയേഴ്സിനെ എത്തിക്കുമോ ഇല്ലേ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. നിഖിലിന്റെ കാര്യം, നിഖിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് വേറൊന്ന് എന്ന രീതിയിലാണ് മുൻകാല സീസണുകളിലെല്ലാം നമ്മളിത് കണ്ടതാണ്. കഴിഞ്ഞ സീസണിലും എനിക്ക് തോന്നുന്നു ഇതുപോലെ തന്നെ ആയിരുന്നു. മികച്ച പ്ലേയേഴ്സിനെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു നീക്കവും ക്ലബിന്റെ ഭാഗത്തു നിന്ന് കണ്ടില്ല. ഇത്തവണയെങ്കിലും ജനുവരി ട്രാൻസ്ഫർ വിൻഡോ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് നമുക്ക് കരുതാം. നല്ല കുറച്ച് പ്ലേയേഴ്സ് എത്തിയാൽ മാത്രമേ ഏതൊരു പരിശീലകനായാലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരു നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാത്ത, എല്ലാ മത്സരങ്ങളിലും മോശം പ്രകടനം കാഴ്ചവെക്കുന്ന കുറച്ച് പ്ലേയേഴ്സ്, ഞാൻ എല്ലാ പ്ലേയേഴ്സിനെയും കുറ്റം പറയുന്നതല്ല, കുറച്ച് പ്ലേയേഴ്സ് ഫോം ഔട്ടിന്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ മത്സരങ്ങളിലും ഇങ്ങനെ തുടർച്ചയായ മിസ്റ്റേക്കുകളാണ് നമ്മളെ ടീമിന്റെ യഥാർത്ഥ പ്രശ്നം. നമുക്കറിയാം, നമ്മുടെ ഡിഫൻസിൽ തുടർച്ചയായി വരുന്ന മിസ്റ്റേക്കുകളാണ് നമ്മൾ പല മത്സരങ്ങളിലും പരാജയപ്പെടാൻ കാരണം. മുന്നേറ്റ നിര നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴും അതുപോലെ തന്നെ ഗോളുകൾ അടിച്ചു കൂട്ടുമ്പോഴും നമ്മുടെ ഡിഫൻസ് കാരണമാണ് പല മത്സരങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. സോ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ എത്തിച്ച് ഡിഫൻസ് ഒന്നുകൂടി സ്ട്രോങ് ആക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല ഇന്ത്യൻ ഡിഫൻസിനെ എത്തിക്കുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടു തന്നെ അറിയേണ്ട ഒരു കാര്യമാണ്. പിന്നെ കോച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്കായിൽ സാറെ എന്നല്ല ഏതൊരു പരിശീലകനാണെങ്കിലും നല്ല പ്ലേയേഴ്സ് നല്ല ക്വാളിറ്റിയുള്ള ഇന്ത്യൻ പ്ലേയേഴ്സും അതുപോലെ തന്നെ ഫോറിൻ പ്ലേയേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഏതൊരു പരിശീലകനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ വളരെ മോശം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്ലേയേഴ്സ് ഉണ്ടായിട്ടും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയി കളി കാഴ്ചവെക്കാത്ത പ്ലേയേഴ്സ് ഉണ്ടായിട്ടും ഏതൊരു പരിശീലകൻ വന്നാൽ തന്നെയും കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യഥാർത്ഥത്തിൽ മാറ്റേണ്ടത് പരിശീലകനെ അല്ല, നല്ല ഇന്ത്യൻ പ്ലേയേഴ്സിനെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിച്ച് ടീം ഒന്നുകൂടി ശക്തിപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.